എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദന്റെ ക്യാബിനിലേക്ക് അജാസിനെ അവർണീയനെയും കൂടെ വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു ഇരിക്കാൻ പറയാണ്. അങ്ങനെ അവർണീയ അജാസും അവിടെ ഇരുന്നു. ഈ സമയത്ത് ഗീത് പറഞ്ഞു ഇനി പറ, രണ്ടുപേരുടെ മനസ്സിൽ എന്താ ഉള്ളേ എന്ന് പരസ്പരം തുറന്നു പറയാൻ പറയാണ്. ഇത് കേട്ടതും അവർണീയ പറഞ്ഞു എന്റെ മനസ്സിൽ എന്താ ഉള്ളെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറയാം. അത് ഞങ്ങൾക്കറിയാം, അതെന്താന്ന് വെച്ചാൽ തുറന്നു പറ, എങ്കിലല്ലേ നമുക്ക് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ചേട്ടാ അജാസ് ഒന്നും മിണ്ടിയില്ല, അജാസ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു എന്തിനാ അജാസ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നേ, നിങ്ങൾ തുറന്നൊന്ന് സംസാരിക്കാൻ പറയാണ്. പക്ഷേങ്കില് എന്നിട്ടും അവരൊന്നും മിണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പെട്ടെന്ന് പറഞ്ഞു അവർക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ലെന്നാ തോന്നുന്നേ. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അവര് നല്ല ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കുക. ദൈവമേ ഇതെന്താ ഈ കണ്ണേട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫ്രണ്ട്സ് ആണോ? അപ്പൊ ഇത്രയും സമയം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഇവര് അടുത്ത് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഫ്രണ്ട്സ് ആന്ന് പറയുന്നു. ഇവരെങ്ങനെയല്ലോ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ പരസ്പരം കൈ കൊടുക്കാൻ പറയണം. ഇത് കേട്ടതും രണ്ടുപേരും പരസ്പരം നോക്കിയത് പോലില്ല. ആ സമയത്ത് അജാസ് പിന്നെ പതുക്കെ കൈ അങ്ങോട്ട് നീട്ടുവേണം. അവനെ കൈ നീട്ടി കൊടുത്തില്ല കൈ കൊടുക്കാനായിട്ട്. ഗീത പോയിട്ട് കൈ എന്ത് ചെയ്യണം, അജാസിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആയുഷ്മാൻ ഭവ ദീർഘ സുമംഗലി ഭവ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവനെ പറഞ്ഞു ഇത് കല്യാണം കഴിച്ചതിന് ശേഷം പറയണല്ലേ? അല്ല അത് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞോളൂ, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ എന്ന് പറയണം. ദേ ഇനി വഴക്കൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോയിരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂടെ ഇറക്കി വിടുവാണ്. അപ്പോഴേക്കാണ് ഗീതന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു വിളിക്കണേ. എന്താ രഞ്ജു പറഞ്ഞോളാം പറയണേ. CID പണികളൊക്കെ എവിടം വരെ എത്തിയെന്ന് ചോദിക്കണം. ദാസനും വിജയനും കൂടെ അവിടെ തകർത്തു വരുവാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേഖ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അതെ ഒരു വിശേഷം ഉണ്ടെന്ന് പറയണേ. എന്താ വിശേഷം? ആ സത്യദാസങ്ങളില്ലേ ഒരു ടാക്സി കാറിൽ ഇവിടുന്ന് പോയെന്ന് പറയണം. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം രാധികാമയും വരണേട്ടനും കൂടെ ഇവിടുത്തെ കാറിനും പോയിട്ടുണ്ടെന്ന് പറയണേ. എന്നിട്ടോ വണ്ടി നമ്പർ വല്ലതും നോട്ട് ചെയ്തോന്ന് ചോദിക്കുകയാണ്. സത്യദാസ് പോയേക്കുന്നത് ഇല്ലാന്ന് പറയണ. ഇത് കേട്ടതും ഗീത് പറഞ്ഞു ഇങ്ങനെയാണോ നിങ്ങളൊരു കേസ് അന്വേഷിക്കുന്നത്? വണ്ടി നമ്പറൊക്കെ അപ്പോഴേ നോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. രണ്ടിനും ഒന്നും അറിയത്തില്ല, 2 ബുദ്ധൂസങ്ങളും കൂടിയാണല്ലോ ഇതൊക്കെ അന്വേഷിച്ച് എന്നൊക്കെ പറയണം. ആ സമയം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് എന്റെ രേഖ പറഞ്ഞു അത് പിന്നെ വരുണേട്ടന്റെ വണ്ടിയുടെ നമ്പർ അറിയാന്ന് പറയാം. എന്റെ പണി, അത് വീട്ടിലെ വണ്ടിയല്ലേ, അതിന് നമ്പർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഈ സമയം അടുത്ത് നിന്ന് രഞ്ജിച്ചിരിക്കുകയാണ്. പിന്നീട് രേഖ പറഞ്ഞു അതെ ഈ കേസുമായിട്ട് ബന്ധമുണ്ടോന്ന് അറിയത്തില്ല, പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ കാര്യം? ഇന്ന് രാവിലെയൊക്കെ ആണെങ്കിലും രാധികമ്മ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോഴത്തേനും സത്യദാസങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അവര് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടെന്ന് പറയണം. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. കണ്ടു കഴിയുമ്പോഴത്തേനും രാധികാമ്മ ഓടുന്നായിരുന്നു. അത് മാത്രമല്ല പകലൊക്കെ ആണെങ്കിലും അങ്ങനെ വരുണേട്ടൻ അയാളുടെ മുറിയിലേക്ക് പോയില്ലെന്ന് പറയണം, ആ സത്യദാസിന്റെ മുറിയിലേക്ക്. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ആ മുറിയിൽ തന്നെയായിരുന്നു എന്ന് പറയണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നീട് പറഞ്ഞു അത് മാത്രമല്ല പ്രിയ ഭയങ്കര കരച്ചിലായിരുന്നു. വിനോദ് വിളിച്ചിട്ട് പ്രിയനെ എന്തൊക്കെയോ പറഞ്ഞു കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടും ഗീത പറഞ്ഞു ശരി ആ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടിയാണ്. ആ സമയം കോന്തിച്ച് എന്തായി നിന്റെ CID പണി? ഇത് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ടെന്ന് പറയാം. വേണ്ട അത് എന്നെ കളിയാക്കി ചിരിക്കൊന്നും വേണ്ടെന്ന് പറയണം. എന്താ എപ്പോഴതൊക്കെ ഉപകാരപ്പെടുന്ന പറയാൻ പറ്റില്ലെന്ന് പറയാം. അല്ല കണ്ണാട ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അജാസിനെ കാണാൻ പോയിട്ട് എന്തായി കാര്യങ്ങള്? അജാസിന്റെ മനസ്സിലുള്ള എന്താന്ന് അജാസ് തുറന്നു പറഞ്ഞെന്ന് നിൽക്കും. അതാണ് കാര്യം. അല്ല അജാസിന് എന്താ അവർണയായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലാത്ത? അത് പിന്നെ പെട്ടെന്ന് ഗോവിന്ദ് ഒഴിഞ്ഞു മാറുവാണ്. അവന്റെ ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ പതുക്കെ ഒഴിഞ്ഞു മാറുന്നത്, വേറൊന്നും കൊണ്ടല്ലെന്ന് പറയാണ്. ഇനിയിപ്പം അവർണയ്ക്ക് നല്ലൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ജീവിതം താനായിട്ട് നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇപ്പൊ തൽക്കാലത്തേക്ക് താൻ അവരുടെ കേസൊക്കെ വിട്. നമുക്ക് ഈ സത്യദാസിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ അജാസ് തന്നിട്ടുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാന്ന് പറയണം. അങ്ങനെ അവര് ആ കേസിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനാർക്കലിയുടെ അടുത്തേക്കായിരുന്നു രാധികയും വരുണും സത്യദാസും കൂടെ ചെന്നേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങളൊക്കെ പറയണേ. കാരണം ഇനിയിപ്പോ അറക്കൽ വീട്ടിലെ ഗോവിന്ദ് മാധവനെ തകർക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് അവര് അനാർക്കലിയുടെ അടുത്ത് എഴുതുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ തറക്കണം, അത് മാത്രം അവരുടെ മനസ്സിൽ ചിന്തയുള്ളൂ. പിന്നീട് രാധിക പറഞ്ഞു അവളുണ്ടല്ലോ ആ ഗീതുവിനെ അവിടുന്ന് തുരത്തണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ, അവളെ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കണം എന്ന് പറയണം. ഈ സമയം വരും പറഞ്ഞു അല്ലെങ്കിൽ അവളുടെ വയറ്റ് വിടുന്ന കുഞ്ഞിനെ ആദ്യം അങ്ങോട്ട് ഇല്ലാതാക്കണം എന്ന് പറയാ. ഇത് കേട്ട സത്യദാസ് പറഞ്ഞു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതിനു മുമ്പ് അവളെ അങ്ങോട്ട് ഇല്ലാതാക്കണം എന്ന് പറയാണ്. അത് ശരിയാ, അത് നല്ല കാര്യം തന്നെയാ, പക്ഷെ എങ്ങനെ? ആ സമയമാണ് അനാർക്കലി ആ കാര്യം പറയണേ. അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ പണ്ട് മഹാഭാരത യുദ്ധത്തില്
അർജുനൻ ശിഖണ്ഡിനെ മുൻനിർത്തി യുദ്ധം ചെയ്തില്ല, യുദ്ധം വിജയിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാലേ ഇവിടെ നമ്മൾ ആരെങ്കിലും ഇടയ്ക്ക് നിർത്തണം യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാളെ നിർത്തണം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരുൺ പറഞ്ഞു, അതിലൊരാളുണ്ടെന്ന് പറയണം. ആര്? വിനോദ്. വിനോദിനെ വെച്ചിട്ട് കളി കളിക്കാം. പണ്ടത്തെ സ്വഭാവം വീണ്ടും വിനോദ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനോദിനെ എന്റെ ഇടയ്ക്കിലേക്ക് എടുത്തിടാം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പറയണം. ഈ സമയം രാധിക പറഞ്ഞു, അത് ശരി തന്നെയാ. ആ കിഷോർ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. കിഷോർ ഞാൻ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് വന്നായിരുന്നു. പക്ഷെ കൃത്യസമയം തന്നെ അവൻ ചത്തുപോയതുകൊണ്ട് ആരും അവനെ ഇല്ലാതാക്കി. അല്ല, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാരെന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അത് ശരി തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങാന്ന് പറയണം. അങ്ങനെ അവർ ചില ധാരണയിലൊക്കെ എത്തി. പിന്നീട് രാധിക പറഞ്ഞു, എന്നാൽ ശരി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു, അമ്മ വിട്ടോ, ഞാൻ എൻ്റെ അച്ഛനെ കുറച്ചുകൂടെ സ്നേഹിക്കാണ്ട്, സ്നേഹിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പതുക്കെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ രാധിക അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് വരുൺ ചെന്നിട്ട് അനാർക്കലിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം പറയാം, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഗീതുവിനെ ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ പതൊക്കെ നൈസായിട്ട് ഗോവിന്ദനും കൂടി അങ്ങോട്ട് ഇല്ലാതാക്കിയേക്കണമെന്ന് പറയാം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അമ്മ അത് പറയുകയും ചെയ്തിട്ടുള്ള പലപ്പോഴും എന്ന് പറയണം. ഇത് കേട്ടതും സത്യദാസ് പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള രീതിയിൽ എല്ലാത്തിനും അങ്ങോട്ട് തീർത്തേക്കാന്ന് പറയണം. അനാർക്കലി പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ട് തിരികെ പോരുവാണ്. പോരുന്ന വഴിക്ക് കാറിൽ എന്നിട്ട് വരും പറഞ്ഞു, അല്ല അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന ഗീതുവിനെ ഇല്ലാതാക്കിന്ന് വെച്ചു വിനോദ്, പക്ഷെ ആരെങ്കിലും വിശ്വസിക്കോ വിനോദ് അങ്ങനെ ചെയ്യൂന്ന്? അത് ശരിയാ, അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്കേക്ക് ഒരാൾ വരണമെന്ന് പറയണം. അതാരാ വരണ്ടേ? വേറൊരാൾ വേണമെന്ന് പറയാം. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു നിമിഷം സത്യദാസ് ആലോചിച്ചു, അങ്ങനെ ഒരാളുണ്ടെന്ന് പറയണം. അതാരാ? അനാർക്കലി എന്ന് പറയണം. അനാർക്കലിയെ വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാം. അനാർക്കലിയുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും കെട്ടിവെക്കാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാച്ചാ, സൂപ്പർ ഐഡിയ എന്ന് പറയണം. ഈ ബുദ്ധിയൊക്കെ എന്താ വെച്ചാ എനിക്ക് നേരത്തെ തോന്നാത്തെ. ഇങ്ങനത്തെ ബുദ്ധികളൊന്നും എനിക്ക് വരുന്നില്ലോ എന്ന് പറയാം. അതൊക്കെ പതുക്കെ വന്നോളും. നീ അത് ആലോചിച്ചൊക്കെ, നീ ഇത്ര ചെറുപ്പമല്ലേ, അതുകൊണ്ടാ. പതുക്കെ അച്ഛനെ പോലെ നീ ആയിക്കോളും എന്നൊക്കെ പറയണം. പിന്നെ അച്ഛാ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണം. അമ്മ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അമ്മയ്ക്ക് ഈ പറയുന്ന ഗോവിന്ദേട്ടനോട് സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടെന്ന് പറയണം. ആ കാര്യം ഞാൻ ഏറ്റണം മോനെ. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ നിനക്കൊരു പേടിയൊന്നും വേണ്ടാന്ന് പറയണം. ഈ സമയം ഗീതവും ഗോന്തും കൂടെ സത്യദാസിനെ കുറിച്ചുള്ള അവയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോർഡിൽ സത്യദാസ്, അനാർക്കലി അങ്ങനെ അവരുടെ എല്ലാം പേരുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. കാരണം മാധവൻ നായരുടെ മരണത്തിന് ഉത്തരവാദി ആരാന്നും ആ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആരാന്നുള്ള സത്യങ്ങളെ കണ്ടെത്തണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമത്തിലാണ്. അന്വേഷിച്ചെത്തിയ സത്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവരതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ബോർഡിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ അനാർക്കലിയുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ആരായിരിക്കും എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഭാസ്കരൻ ആ കൂടെ ഉണ്ടായിരുന്നു പറയണേ. ഭാസ്കരനോ? അതെ, ഭാസ്കരനാണ് ഇപ്പോഴത്തെ സത്യദാസ് എന്ന് പറയണേ. സത്യദാസ് അങ്കിളോ? അയാളോ? അതെ അതെ, അയാൾ തന്നെയാണെന്ന് പറയാണ്. പക്ഷെ അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അയാളെ മുമ്പ് എന്തായിരുന്നു ഏതാണെന്നും അറിയത്തില്ല. ജയിലിൽ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അറിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അയാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ ഭാസ്കരന് അച്ഛനുമായിട്ട് അടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇതിനിടയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? അച്ഛന്റെ കൊലപാതകത്തിൽ ഭാസ്കരനാണോ പങ്ക്? ഇനിയിപ്പം മൂന്നാമതൊരാളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടം കോയന്തറിഞ്ഞ് അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അവരായിരിക്കും ഇതിനകത്തെ മെയിൻ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി. അത് പെണ്ണാണോ ആണോന്നൊക്കെ നമുക്ക് കണ്ടെത്തണം. ഒരു പക്ഷേങ്കിൽ അത് കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയണം. ഇനിയിപ്പം സത്യദാസിന്റെ കൂടെയാണോ അതോ അനാർക്കലിയോടെ ആണോ നടത്തില്ല. ആ എസ് ഐനെ കൊന്നതൊക്കെ അനാർക്കലിയും അയാളും കൂടെ കൂടിയിട്ടാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ രണ്ടുപേരും കൂടെ സത്യദാസും അനാർക്കലിയൊക്കെ കുറെ കാലം ജയിലിലൊക്കെ കിടന്നേ. ഒരു പക്ഷേങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ ആരുടെ കൈവശമാണ് കിട്ടിയെന്ന് അതൊക്കെ അറിയണം. അതൊക്കെ എത്തണമെങ്കിൽ ആ മൂന്നാമത്തെ ഒരാളെ കൂടെ കണ്ടെത്തണം. ഈ ഭാസ്കരനോടൊപ്പം ആരായിരുന്നു ഉണ്ടായിരുന്നേ അതൊക്കെ കണ്ടെത്തണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല കണ്ടേട്ടാന്ന് പറയണം. അത് കുഴപ്പമില്ല, നമുക്ക് കണ്ടെത്താന്ന് പറയണം. അതിനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം പുറത്തു പോയി ഫുഡ് കഴിക്കാം, എന്നാൽ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതനും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.